ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളൊരു സ്പെഷ്യൽ ഐറ്റമാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ പനീർ ബട്ടർ മസാലയും പിന്നെ ഹോം മെയ്ഡ് ബട്ടർ നാനാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. രണ്ടും നമ്മൾ വീട്ടിൽ തന്നെ തയ്യാറാക്കി നോക്കുവാണേ. അപ്പോൾ നമ്മൾ കടകളിൽ നിന്നൊക്കെയാണ് സാധാരണ ഇത് മേടിച്ച് കഴിക്കാറല്ലേ. അപ്പോൾ ഇനി നമുക്ക് സിമ്പിളായിട്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം. എങ്ങനെയാണെന്ന് നോക്കിയാലോ? അപ്പോൾ ഗൈസ്, ഇത് നമ്മുടെ ബട്ടർ നാൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ് കേട്ടോ. അപ്പം ആദ്യം തന്നെ നമ്മൾ കുറച്ച് ഈസ്റ്റ്, അതായത് ഒരു അര സ്പൂൺ ഈസ്റ്റും ഒരു സ്പൂൺ ഷുഗറൂടെ നമ്മൾ ചൂടുവെള്ളത്തിൽ വെച്ചേക്കുന്നതാണ് ഈ കാണുന്നത് കേട്ടോ. അപ്പോൾ ഇതൊരു 10 മിനിറ്റ് ഇങ്ങനെ നമ്മളൊന്ന് വെക്കണം. അപ്പം അതിന് ശേഷമാണ് നമ്മൾ മൈദ ഇട്ട് കൊടുക്കുന്നത്. ഇതിലേക്ക് തന്നെയാണ് നമ്മൾ ഇടുന്നത്. അപ്പോൾ ഇത് നമ്മൾ ഒരു 10 മിനിറ്റ്സ് വെച്ച ശേഷം, അപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ ഇതൊന്ന് നല്ല രീതിയിലൊന്ന് ഇളക്കുക. അപ്പോൾ ഇനി നമ്മൾ ഇതിലേക്ക് മൈദ ആഡ് ചെയ്യുവാണ്. അപ്പോൾ നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴയ്ക്കുന്ന പോലെ തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ഗോതമ്പ് പൊടിയല്ല മൈദയാണ് എടുക്കേണ്ടത്. അപ്പോൾ അത് നിങ്ങൾക്ക് എത്ര എണ്ണം വേണമെന്ന് വെച്ചാൽ, ഞാനിപ്പോൾ ഒരു 10 എണ്ണം ഉണ്ടാക്കാനാണ് ഉദ്ദേശിച്ചേക്കുന്നത്. അപ്പോൾ അതിനൊരു 2 വലിയ കപ്പ് ഞാൻ ഇടുന്നുണ്ട്. അപ്പോൾ നമ്മൾ പൊടി ഇട്ട ശേഷം നമ്മൾ ആവശ്യത്തിന് ഉപ്പ് അതിലേക്ക് ചേർത്ത് കൊടുക്കുവാണേ. പിന്നീട് നമ്മൾ ഇതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ സൺഫ്ലവർ ഓയിലാണ് നമ്മൾ ഒഴിക്കുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ 2 വലിയ സ്പൂൺ കേർഡ് ആഡ് ചെയ്യുന്നുണ്ട്, തൈര്. അപ്പോൾ ഇത് മിൽക്കി മിസ്റ്റിൻ്റെ കേർഡാണ് നമ്മൾ എടുത്തേക്കുന്നത്. അപ്പോൾ അത് നമ്മൾ ആഡ് ചെയ്യുവാണേ. അതിനാണെങ്കിൽ ഒത്തിരി പുളിയില്ല, അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അതിൻ്റെ എടുത്തേക്കുന്നത്. അപ്പോൾ ഇനി ഇതെല്ലാം കൂടെ നമ്മളൊന്ന് മിക്സ് ചെയ്യുവാണ്. അതിന് ശേഷം നമ്മൾ ചൂടുവെള്ളം നമ്മൾ ഒഴിച്ചു കൊടുത്ത് ഇത് നല്ലോണം കുഴച്ചെടുക്കാൻ പോവാണ്. അപ്പം ചിലർ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ തണുത്ത വെള്ളത്തിലൊക്കെ ആയിരിക്കും കുഴയ്ക്കുക. അപ്പോൾ ഇതിന് നമ്മൾ നല്ല ചൂടുവെള്ളം, അതായത് തിളച്ച വെള്ളം തന്നെയാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് സ്പൂൺ ഇട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കിയ ശേഷം ചൂടൊന്ന് മാറിയിട്ട് വേണം നമ്മൾ കുഴച്ചെടുക്കാൻ വേണ്ടി. അപ്പോൾ വെള്ളം കുറച്ചായിട്ട് നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഒരുപാട് ലൂസായി പോകാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിച്ച് വേണം വെള്ളം ഒഴിക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ ചൂടുവെള്ളം ഒഴിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഫസ്റ്റ് കൈ ഇട്ട് നമ്മൾ കുഴയ്ക്കാൻ നിൽക്കരുത്. സ്പൂൺ ഇട്ട് നമ്മൾ നല്ലോണം ഇളക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നല്ല പരുവത്തിൽ നമ്മളിതേ കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊരു 10 നാൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള മാവാണ് ഇത്രയും. അപ്പോൾ ഇത് നമുക്കിനി ഒരു 2 hours ഇങ്ങനെ അടച്ചു വെക്കണം, 2 മണിക്കൂർ വെക്കണം. അപ്പോൾ ഇതേ 2 hours കഴിഞ്ഞു. അത് നല്ല രീതിയിൽ പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ, നമ്മൾ ഈസ്റ്റൊക്കെ ചേർത്തുകൊണ്ട്. അപ്പോൾ ഇതിനി നമുക്ക് ചെറിയ ഉരുളയാക്കി എടുത്ത ശേഷം നമുക്കിത് പരത്തിയെടുക്കണം. നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുവാണിത്. അപ്പോൾ ഒരുപാട് പൊടിയിട്ട് നമ്മൾ പരത്തേണ്ട ആവശ്യമില്ല. അപ്പം ആദ്യത്തെ ആ ഒരു സമയത്ത് നമ്മളൊന്ന് പൊടിയിൽ മുക്കി നമ്മളൊന്ന് പരത്താൻ തുടങ്ങിയാൽ മതി. അല്ലാതെ ഇടയ്ക്കിടയ്ക്കായിട്ട് നമ്മൾ പൊടിയൊന്നും ഇട്ട് കൊടുക്കണ്ട. അപ്പോൾ ഇതിന് നമുക്ക് ഒത്തിരി കട്ടിയിലും അല്ല, എന്നാൽ തീരെ കനം കുറച്ചുമല്ല, ആ ഒരു രീതിയിൽ വേണം നമ്മൾ പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട്.
അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ എള്ളുണ്ടല്ലോ. അപ്പോൾ ഞാനിവിടെ എടുത്തേക്കുന്നത് വെളുത്ത എള്ളാണ്. അപ്പോൾ എള്ള് നമ്മൾ കുറച്ചിട്ട് കൊടുക്കുന്നുണ്ട്. സാധാരണ ഞാനൊക്കെ നമ്മൾ കടകളിൽ നിന്നൊക്കെ കഴിക്കുമ്പോൾ ആ രീതിയിലാണ് മുകളിലായിട്ട് എള്ളൊക്കെ ഇട്ടിട്ടായിരിക്കും ഇരിക്കുന്നത്. പിന്നെ നമ്മളിതിലേക്ക് ചെയ്യുന്നത് മല്ലിയിലയാണ്. മല്ലിയിലയും നമ്മൾ ചെറിയ ചെറിയ പീസായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ മണ്ടയ്ക്ക് ഇങ്ങനെ വെച്ച് കൊടുത്ത ശേഷം നമ്മൾ ഒന്ന് റോൾ ചെയ്യുന്നുണ്ട് അതിൻ്റെ മുകളിലൂടെ, ഒന്ന് പ്രസ്സായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് കേട്ടോ. തിരിച്ചിട്ടിട്ട് നമ്മൾ പിന്നെയും പരത്താനൊന്നും പോകരുത്. അപ്പോൾ ഇത്രേ ഉള്ളൂ. ഇങ്ങനെ നമ്മൾ ബാക്കിയുള്ളതെല്ലാം പരത്തി എടുക്കാനായിട്ട് പോവാണേ. അപ്പോൾ ഇനി നമ്മൾ പരത്തി വെച്ചതെല്ലാം ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ ചുട്ടെടുക്കുമ്പോൾ നമ്മൾ ചപ്പാത്തിയൊക്കെ ആണെങ്കിൽ നമ്മൾ നെയ്യിട്ടും എണ്ണയിട്ടും ഒക്കെ ചുടുന്ന പോലെ ഇതിന് നമ്മൾ ബട്ടർ ഇട്ടാണ് ചുട്ടെടുക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ബട്ടർ ഓൾറെഡി നമ്മൾ സൈഡിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഇതേപോലെ ബട്ടർ നമ്മൾ തൂത്ത് കൊടുക്കുക. ഒരു സൈഡൊന്ന് ചെറുതായിട്ടൊന്ന് മൂത്ത് വരുന്ന സമയത്തുണ്ടല്ലോ, അന്നേരം വേണം നമ്മൾ ബട്ടർ തേച്ച് കൊടുക്കാൻ. അല്ലാതെ കല്ലേൽ നമ്മൾ ബട്ടർ തേച്ചിട്ട് ചപ്പാത്തി ഇട്ട് പരത്തുന്ന ചൂടുന്ന പോലെ നമ്മൾ ചെയ്യാൻ പാടില്ല. ഇതേപോലെ കുറച്ചൊന്ന് മൂത്ത് വന്ന ശേഷം മാത്രം നമ്മൾ ബട്ടർ ഇങ്ങനെ തൂത്ത് കൊടുക്കുകയേ ചെയ്യാവൂ. അപ്പോൾ കരിഞ്ഞു പോകാതെ നമ്മൾ ശ്രദ്ധിക്കുക. എല്ലായിടവും മൂക്കുന്ന രീതിയിൽ നമ്മൾ മറിച്ചിട്ടൊക്കെ കൊടുത്തിട്ട് മൂക്കാത്ത ഭാഗമുണ്ട് അവിടെ നമ്മൾ പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് ഈസ്റ്റൊക്കെ ഇട്ടുകൊണ്ട് തന്നെയാണ് ഇത് പൊങ്ങിയൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അത് മുഴുവൻ നമ്മൾ ചുട്ടെടുത്തതാണ് ഈ കാണുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഇനിയും ഉണ്ടാക്കാനായിട്ട് പോകുന്നത് ഇതിൻ്റെ കൂടെ നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് പനീർ ബട്ടർ മസാല. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ പനീർ ബട്ടർ മസാല ഉണ്ടാക്കി എടുക്കാനായിട്ട് നമുക്ക് മെയിനായിട്ട് വേണ്ടത് ഒരു 4 വലിയ സവാള നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു തക്കാളി മുഴുവനായിട്ട് നമ്മൾ എടുത്തതാണ്, അതൊപ്പം നമ്മൾ അരിഞ്ഞിട്ടുണ്ട്.
അപ്പോൾ ഇതിന് നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത് ഈ സവാളയും തക്കാളിയൊക്കെ നമ്മൾ വഴറ്റിയെടുക്കണം. എന്നിട്ട് നമ്മൾ മിക്സിയിലിട്ട് അടിച്ച് നല്ല പേസ്റ്റ് ആക്കി എടുത്തിട്ട് നമ്മൾ ചെയ്യുന്ന പരിപാടികളാണ് ബാക്കിയുള്ളത്. കാരണം പനീർ ബട്ടർ മസാല കറികളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും, അതിനകത്ത് കഷ്ണം രീതിയിലൊന്നും നമ്മൾ കണ്ടിട്ടില്ല പനീറല്ലാതെ. അപ്പം നല്ല പേസ്റ്റ് രൂപത്തിലാണ് അതിൻ്റെ ഗ്രേവി വരുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് മിക്സിയിലിട്ട് അടിച്ചെടുക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ പാൻ വെച്ചിട്ട് അത് ചൂടായി വരുമ്പോഴത്തേക്ക് നമ്മൾ അതിലേക്ക് കുറച്ച് ബട്ടർ ഒഴിച്ച് കൊടുക്കാനായിട്ട് പോവാണ്. ബട്ടർ നമ്മൾ ചെറിയൊരു കട്ട വെല്ലം നമ്മൾ ഇടുക. അപ്പോൾ അതിലേക്ക് ബട്ടർ നമ്മൾ ചെറിയൊരു പീസ് ഇട്ട് കൊടുത്തു. അപ്പോൾ അതൊന്ന് മെൽറ്റായി വരട്ടെ. അപ്പോൾ ബട്ടർ മെൽറ്റായി വന്ന ശേഷം നമ്മൾ അതിലേക്ക് ഓണിയൻ ഇട്ട് കൊടുത്തു. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് എരിവിന് വേണ്ടി നമ്മൾ ആകെ ചേർക്കുന്ന ഒരു സാധനം എന്ന് പറയുന്നത് വറ്റൽമുളകാണ്. അപ്പോൾ അത് നമ്മളൊരു കുറച്ച് കൂടുതലായിട്ട് ഇടുന്നുണ്ട്. ഒരു 10 അല്ലെങ്കിൽ എരിവില്ലാത്തതാണെങ്കിൽ ഒരു 10 എണ്ണം ഇടുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. അപ്പം നമ്മളിവിടെ ഒരു 8 എണ്ണം ഇടുന്നുണ്ട്. ഇതിന് അത്യാവശ്യം എരിവുള്ളത് കൊണ്ട് നമ്മളൊരു 8 വറ്റൽമുളക് ഇതിലേക്ക് ഇടുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമുക്ക് തക്കാളി അരിഞ്ഞു വെച്ചത് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത്രയും മാത്രം നമ്മൾ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഇത്രയും സാധനങ്ങൾ ഇട്ട് നമ്മൾ വഴറ്റിയെടുക്കുക എന്നുള്ളതാണ്. എന്നിട്ട് ഇത് തണുത്തിട്ട് വേണം നമുക്ക് മിക്സിയിലിട്ട് നല്ല പേസ്റ്റാക്കി അരച്ചെടുക്കാൻ വേണ്ടി. അപ്പോൾ ഇതാണ് ഇതിൻ്റെ പരുവം കേട്ടോ. ഇത്രയും നമുക്ക് വഴണ്ടാൽ മതി. എന്ന് വെച്ചാൽ വലിയ ബ്രൗൺ കളറിലോ അല്ലെങ്കിൽ ഇങ്ങനെ സവാള മൊരിയാൻ തുടങ്ങുന്ന ആ ഒരു സമയമുണ്ടല്ലോ, അങ്ങനെയൊന്നും ആവണ്ട. ഇത്രയും രീതിയിൽ സവാള നല്ല രീതിയിൽ വഴണ്ട് വരണം, അത്രേ ഉള്ളൂ നമുക്ക്. അപ്പോൾ ഈ ഒരു പരുവത്തിലാണ് നമ്മളിത് പേസ്റ്റാക്കി എടുക്കേണ്ടതും കേട്ടോ. ഒരുപാട് മൂത്ത് പോകരുത്. നമ്മൾ ചെറിയ തീയിലിട്ട് പെതുക്കെ നമ്മൾ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഇത് തണുത്ത ശേഷം നമ്മൾ മിക്സിയിലേക്ക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ മിക്സിയിൽ നമ്മൾ അടിച്ചെടുക്കാൻ പോകുമ്പോൾ നമ്മൾ 10 കാഷ്യൂനട്ട്സ് കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കാഷ്യൂനട്ട്സും നല്ല ഒരു ടേസ്റ്റ് കൊടുക്കുന്നതാണ് ഈ ഒരു പനീർ ബട്ടർ മസാല കറിക്കൊക്കെ. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ 10 കാഷ്യൂനട്ട് അതിലിട്ടിട്ടാണ് നമ്മൾ ഈ അടിച്ചെടുക്കാനായിട്ട് പോകുന്നത്.
അപ്പോൾ അതെ നമ്മൾ പേസ്റ്റ് ആക്കി എടുത്തതാണ് ഈ കാണുന്നത്. അപ്പോൾ നമ്മൾ വെള്ളം അതിനനുസരിച്ച് നമ്മൾ ആഡ് ചെയ്ത് കൊടുത്ത് നമ്മളിത് പേസ്റ്റ് ആക്കി എടുക്കണം കേട്ടോ. അപ്പോൾ കറക്റ്റ് അതിൻ്റേതായിട്ടുള്ള ഒരു കളറും വന്നിട്ടുണ്ട്. അത്രയും വറ്റൽമുളക് നമ്മളിട്ടപ്പം കറക്റ്റ് അതിൻ്റെ കളറും വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മൾ ഇനി പാൻ ചൂടാക്കി അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് നമ്മൾ ഈ പേസ്റ്റ് അതിലേക്ക് ആഡ് ചെയ്യാനായിട്ട് പോവാണ്. അപ്പോൾ ആ എണ്ണ ചൂടായി വന്നു നമ്മൾ മിക്സിയിലെ ആ പേസ്റ്റ് നമ്മൾ അതേപടി ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കുവാണ്. അപ്പോൾ എങ്ങാനും നിങ്ങൾക്ക് ഈ വറ്റൽമുളകിൻ്റെ എരിവ് പോരാന്നുണ്ടെങ്കിൽ ഈ എണ്ണ ഒഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് മുളക് പൊടി ആ എണ്ണയിൽ ഇട്ട് കൊടുത്തൊന്ന് മൂപ്പിക്കുക. അതിന് ശേഷം ഈ പേസ്റ്റ് ഇട്ട് കൊടുത്താലും മതി. പേസ്റ്റ് ഇട്ട് കൊടുത്തിട്ട് ഇളക്കുക. ഇതിപ്പോൾ അത്യാവശ്യം എരിവ് ഉണ്ടായിരുന്നു, നമുക്ക് ആവശ്യമുള്ള എരിവ് ഉണ്ടായിരുന്നുകൊണ്ടാണ് ഞാൻ പ്രത്യേകിച്ച് പിന്നെ മുളക് പൊടിയൊന്നും ചേർക്കാഞ്ഞ്. അപ്പോൾ ഇത് ഇട്ട് കൊടുക്കുമ്പോൾ നമ്മൾ ഇളക്കിക്കൊണ്ടേ ഇരിക്കുക. തീ ഏറ്റവും കുറച്ച് വെച്ച് വേണം ഇളക്കാൻ. അന്നേരം പിന്നെ അടിക്ക് പിടിച്ച് കഴിഞ്ഞാൽ മൊത്തത്തിലുള്ളൊരു ടേസ്റ്റൊക്കെ അങ്ങ് പോകും. അപ്പോൾ അതുകൊണ്ട് അത് നമ്മൾ വളരെ ശ്രദ്ധിച്ച് ചെയ്യേണ്ട കാര്യമാണ്. അപ്പോൾ ഇത് ഒന്ന് തിളയൊക്കെ വന്നു. അപ്പോൾ അതിന് ശേഷം നമ്മൾ കുറച്ച് ഗരം മസാല ഇതിലേക്ക് ഇട്ട് കൊടുക്കുവാണേ. കുറച്ച് മാത്രം മതി. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ളത് കസൂരി മേത്തിയാണ്. അപ്പോൾ അത് നമുക്ക് ഇതേപോലെ പാക്കറ്റിലൊക്കെ മേടിക്കാൻ കിട്ടും. അപ്പം അത് നമ്മൾ കുറച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഈ ബട്ടർ മസാല കറിക്കൊക്കെ വേറൊരു ടേസ്റ്റ് കൊടുക്കുന്ന സാധനം എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ അതിങ്ങനെ ഇല പൊടിച്ച് വെച്ച പോലെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരുപാടാവുകയും ചെയ്യരുത്, കാരണം ഇതിനൊരു കയ്പ്പ് ഒരു ടേസ്റ്റാണ് ശരിക്കും ഈ ഇലയ്ക്ക് ഉള്ളത്. അപ്പോൾ അത് കൂടിക്കഴിഞ്ഞാലും അതിൻ്റെ ആ ഒരു ടേസ്റ്റ് ചിലപ്പോൾ ഇങ്ങനെ നിൽക്കും. അപ്പോൾ അതുകൊണ്ട് അത് ആവശ്യത്തിന് മാത്രമേ നമ്മളിടാവൂ. അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മൾ ഈ സമയം ചേർക്കേണ്ടത് ഒന്നെങ്കിൽ ഫ്രഷ് ക്രീം ഉണ്ടെങ്കിൽ അത് ചേർക്കുക, ഇല്ലെന്നുണ്ടെങ്കിൽ അതിന് പകരമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് പാൽപ്പൊടി ഉണ്ടെങ്കിൽ പാൽപ്പൊടി നമ്മൾ ചൂടുവെള്ളത്തിൽ മിക്സ് ചെയ്ത് ഒരു അര ഗ്ലാസ് വെള്ളത്തിൽ നമ്മൾ മിക്സ് ചെയ്തിട്ട് അതൊഴിച്ച് കൊടുക്കുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ ഫ്രഷ് ക്രീം നമുക്ക് ഒരുപാട് ആവശ്യമില്ല. അപ്പോൾ അതുകൊണ്ട് ഫ്രഷ് ക്രീം ആണെങ്കിൽ ഒരു പാക്കറ്റ് നമ്മൾ പൊട്ടിച്ച് കഴിഞ്ഞാൽ അത് അന്നേരം തന്നെ എടുക്കുകയും വേണം. അപ്പം വേസ്റ്റ് ആയിപ്പോവും. ബാക്കിയുള്ളത് കുറച്ച് നമുക്ക് മതി ഇതിന് ശരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പാൽപ്പൊടി നമ്മൾ വെള്ളത്തിൽ മിക്സ് ചെയ്തതാണ് ഒഴിച്ചു കൊടുത്തത്. അതുപോലെ പാൽപ്പൊടിയിലും ഓൾറെഡി കുറച്ച് മധുരം ഉള്ളതുകൊണ്ട് നമ്മൾ പ്രത്യേകിച്ച് പിന്നെ മധുരമായിട്ട് ഷുഗറായിട്ട് ചേർക്കുകയൊന്നും വേണ്ട. അപ്പം സൈഡിൽ നമ്മളവിടെ വേറൊരു പരിപാടിയിലാണ്. അപ്പം നമ്മൾ ബട്ടർ കുറച്ചിട്ട് കൊടുത്തിട്ട് നമ്മൾ ഈ പനീർ ഒന്ന് ജസ്റ്റ് ഒന്ന് വഴട്ടിയെടുക്കുക ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പം പനീർ അല്ലാതെ നമുക്ക് ചുമ്മാതെ ഇപ്പം കട്ട് ചെയ്ത് വെച്ച ഫ്രോസൺ പനീർ നമുക്ക് കിട്ടും. അപ്പോൾ അത് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുത്ത് വേണമെങ്കിൽ എടുക്കാം. കുറച്ചുകൂടെ ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്നതാണ്. ബട്ടറിൽ നമ്മളൊന്ന് വഴറ്റിയെടുക്കുവാണ്. അപ്പം വഴറ്റിയെടുത്ത ശേഷം ആ പീസുകൾ നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് പോവാണ്. liquid perfect.
അപ്പോൾ ഇനി നമ്മൾ ബട്ടറിൽ നമ്മൾ വഴറ്റി എടുത്ത ഇത് പനീർ നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുവാണ്. അപ്പോൾ ലാസ്റ്റായിട്ട് കുറച്ച് മല്ലിയിലയും കൂടെ നമ്മൾ ഇതിൻ്റെ ബോളിലേക്ക് ഇട്ടു. അപ്പോൾ ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളായിട്ട് നമ്മുടെ പനീർ ബട്ടർ മസാല ഉണ്ടാക്കിയെടുത്തു, ബട്ടർ നാനും നമ്മൾ ഉണ്ടാക്കിയെടുത്തു. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. വീണ്ടും അടിപൊളി വീഡിയോ ആയിട്ട് ഇനിയും കാണാതെ. ബൈ.